ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം എനർജീസ് ആണുള്ളത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം. പോസിറ്റീവായിട്ടിരിക്കണേ, അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിരിക്കുക. നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഓക്കെ, നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഫസ്റ്റ് അടുത്ത് ക്വീൻ ഓഫ് കപ്സ് ആണ്. ഈ കാർഡ് വരുമ്പോൾ എന്താ കുഴപ്പമെന്നറിയോ? നമ്മളിങ്ങനെ ആർക്കും വേണമെങ്കിലും ഇങ്ങനെ എന്തും കൈവിട്ട് സഹായം ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുന്ന ഒരു എനർജിയാണ് ഈ ക്വീൻ ഓഫ് കപ്സ്. അതായത് അൺകണ്ടീഷണൽ ലവ് ആണ്. ദ പ്യൂറസ്റ്റ് ഫോം ഓഫ് മദർഹുഡ് ആണ് കേട്ടോ ഈ ക്വീൻ ഓഫ് കപ്പ് എന്ന് പറയുന്നത്. ഇത് അതായത് മറ്റുള്ളവരെ നമ്മളായിട്ട് തന്നെ കാണുക. നമുക്ക് നമ്മുടെ കയ്യിലിരിക്കുന്നത് അവർ സഹായം ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും ഞാൻ തരാമെന്ന് പറഞ്ഞ് നമ്മൾ മറ്റൊരാളെ സഹായിക്കുന്ന ഒരു എനർജിയാണ് ഈ ക്വീൻ ഓഫ് കപ്സ്. അതായത് ഒരു അമ്മയുടെ മക്കൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കൊടുക്കുന്നത് ഒരിക്കലും അവർ ചോദിച്ചിട്ടല്ല. അതുപോലെ അത് കൊടുക്കുമ്പോൾ അവർക്കൊരു വിഷമമോ വേദനയോ റിഗ്രറ്റോ ഒന്നുമില്ല. അപ്പോൾ അത്തരത്തിൽ മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്ഥിതി ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ക്വീൻ ഓഫ് കപ്പ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതുപോലുള്ളൊരു എനർജിയാണിത്. അതുപോലെ മറ്റുള്ളവർ പറയുന്ന അവരുടെ സങ്കടങ്ങൾ കേൾക്കുക, അവർക്കതിനുള്ള സമാധാനം പറഞ്ഞു കൊടുക്കുക, അവരെ ഹീൽ ചെയ്യുക, അതൊക്കെയാണ് ക്വീൻ ഓഫ് കപ്പ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് സമാധാനം പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കൊരു ഹീലിംഗ് കിട്ടുന്നുണ്ട്. ഒപ്പം നിങ്ങളും ഹീൽ ചെയ്യപ്പെടേണ്ടതുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പെയിൻ ഉണ്ട്, ആ പെയിൻ ഇപ്പോഴും ഹീൽ ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു എനർജിയാണ് ക്വീൻ ഓഫ് കപ്പ് എന്ന് പറയുന്നത്. അൺകണ്ടീഷണൽ ലവ് ആണ് കേട്ടോ. മാത്രമല്ല നിങ്ങൾക്ക് പാസ്റ്റിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരു ഇഷ്ടം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നൊരു പ്രണയം, ആ പ്രണയമായിരിക്കാം, എന്തോ ആയിക്കോട്ടെ, ആ ബന്ധത്തിനെ നിങ്ങൾ എന്ത് പേരിട്ട് വിളിച്ചാലും ആ ഒരു മദർലി അഫെക്ഷനോടുകൂടി നിങ്ങൾ വളരെയധികം സ്നേഹിച്ചിരുന്ന, കെയർ ചെയ്തിരുന്ന ഒരു ബന്ധം, ആ ബന്ധത്തിനെ മിസ് ചെയ്യുന്നു എന്നുള്ളതാണ്, അതിനെ കാത്തിരിക്കുന്നു, മിസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ക്വീൻ ഓഫ് കപ്പിൻ്റെ എനർജി പറയുന്നത്. ഓക്കെ, അത് ദ പ്യൂറസ്റ്റ് ഫോം ഓഫ് ലവ് ആണ് കേട്ടോ. ഒന്നും പ്രതീക്ഷിക്കാതെ ലവ് ചെയ്യുന്നൊരു എനർജിയാണ്. അതായത് നമ്മളെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ, അത് ആരും ആയിക്കോട്ടെ, ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആരും ആയിക്കോട്ടെ, അവരോട് നമ്മളോട് ചെയ്യുന്ന നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും, അതേപോലെ നമുക്ക് മറ്റുള്ളവർക്കും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നൊരു ദിവസമാണിത്. പിന്നെ ഒരു കാര്യം, നമ്മൾ സെൽഫ് ലവ് ചെയ്യണം എന്ന് നമ്മളോട് പറയുകയാണ്. നിങ്ങളിന്ന് സെൽഫ് ലവ് ചെയ്യുന്ന ദിവസമായിരിക്കും. നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക, നിങ്ങൾക്ക് ഏറ്റവും അഭികാമ്യമായ രീതിയിൽ നിങ്ങളെ മോൾഡ് ചെയ്യുന്നൊരു ദിവസം എന്നുകൂടിയാണ് ഈ ക്വീൻ ഓഫ് കപ്സിൻ്റെ എനർജി പറയുന്നത്. 2 ടവർ, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. ടവർ ഒരു അപ്രതീക്ഷിതമായി തിരിച്ചടി കിട്ടുക എന്നുള്ളതാണ്. പെട്ടെന്നൊരു മാറ്റം സംഭവിക്കും, പെട്ടെന്നൊരു വഴക്കുണ്ടാകാൻ സാധ്യത, ഒരു ടവർ മൊമെൻറ്റ് വരാൻ സാധ്യത ഉണ്ടെന്നാണ്. ബോട്ടം വന്നിരിക്കുന്നത് ക്ലാരിറ്റി വരുന്നത് ഹാങ്ഡ് മാനും 4 ഓഫ് പെൻറ്റക്കിൾസും ആണ്. അപ്പോൾ മേ ബി ഇത് നിങ്ങൾക്ക് ഫിനാൻഷ്യലി 2 ഓഫ് വാൻസ് ഹെർമിറ്റാണ്. അതായത് ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ നിങ്ങൾ കൺട്രോൾ ചെയ്യപ്പെടുക, നിങ്ങളൊരു തീരുമാനം എടുക്കാൻ പറ്റാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ എന്തെങ്കിലും ഒരു വാർത്ത കേൾക്കുന്നതാണ് കേട്ടോ. നിങ്ങൾ സ്റ്റക്കായി പോകുന്ന രീതിയിലുള്ളൊരു വാർത്ത കേൾക്കുകയോ കാണുകയോ ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു കാര്യം അറിയുന്നതാണ്. അന്ന് കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് എന്തോ ഒരു പെട്ടെന്നൊരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അത് വാർത്ത അതറിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് വല്ലാത്തൊരു സ്റ്റക്ക്നെസ് ഫീൽ ചെയ്യും. നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ ഒരു ഒറ്റപ്പെട്ട പോലെ ഫീൽ ചെയ്യുക, നിങ്ങളെ തന്നെ കൺട്രോൾ ചെയ്യുക, നിങ്ങളൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത വിധം സ്റ്റക്കായി പോവുക, ഹാങ്ഡ് മാൻ്റെ എനർജിയിലേക്ക് വരിക എന്നൊക്കെയാണ് ഈ ടവർ പറയുന്നത്. അപ്പോൾ ഒരു ഷോക്കിംഗ് ന്യൂസ് ആയിരിക്കും ചിലപ്പോൾ കേൾക്കാൻ സാധ്യത. അപ്പോൾ അത്തരത്തിലുള്ളൊരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ ഒരു ഷോക്കിംഗ് ന്യൂസ് കേൾക്കാൻ തയ്യാറായിരിക്കുക. ചിലപ്പം മറ്റുള്ളവരുമായിട്ട് വഴക്കുണ്ടാകുന്നതായിരിക്കാം കേട്ടോ. ഒരു അപ്രതീക്ഷിതമായ തിരിച്ചടി എന്നാണ്. പെട്ടെന്ന് ഇരിക്കുന്ന സാഹചര്യം നേരെ ഉൾട്ടടിക്കുന്നതാണ്. അതായത് എന്ത് സാഹചര്യത്തിൽ ഇരിക്കുന്നോ അതിൻ്റെ നേരെ വിപരീതമായ കാര്യം സംഭവിക്കുന്ന ഒരു എനർജിയാണ് ടവർ എന്ന് പറയുന്നത്. മോസ്റ്റ്ലി പൈസ ഇല്ലാത്തത് കൊണ്ട് ഒരു സ്റ്റക്ക്നെസ് വരുന്നതായിരിക്കാം. അല്ലെങ്കിൽ ഒരു വാർത്ത കേട്ട് നിങ്ങൾ ഷോക്കായിട്ട് പെട്ടെന്ന് അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം നിങ്ങൾ അറിയുക, ഒരു സത്യം നിങ്ങളുടെ മുമ്പിൽ റിവീൽഡ് ആവുക, നിങ്ങൾ അറിയുമ്പോൾ ഞെട്ടിപ്പോകുന്ന ഒരു എനർജിയാണ് ഈ ടവർ എന്ന് പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഇട്ട് കുസ്തിക്ക് പോകുന്നതായിരിക്കും, വഴക്ക്.
ദെൻ നെക്സ്റ്റ് 2 ഓഫ് കപ്സ് ആണ്. ഇതൊരു സോൾമേറ്റ് യൂണിയനാണ്. രണ്ട് സോൾമേറ്റ്സ് തമ്മിലുള്ളൊരു യൂണിയൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഇത് ഒരു ബാലൻസിലേക്ക് വരുന്നു, ലൈഫ് ഒരു ബാലൻസിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ആദ്യം ഒരു ടവറൊക്കെ വന്നെങ്കിലും പിന്നെ അത് ഒരു ടവറൊക്കെ മാറി എന്താണ് ഒരു ബാലൻസിലേക്ക് വരുന്നു എന്നുള്ളതാണ് 2 ഓഫ് കപ്പ് പറയുന്നത്. ശരിക്കും ഇതൊരു ബാലൻസിൻ്റെ കാർഡാണ്. അതായത് നമ്മൾ എന്ത് എഫേർട്ട് അങ്ങോട്ട് ഇടുന്നോ അതിൻ്റെ പ്രതിഫലം നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ് 2 ഓഫ് കപ്പ് പറയുന്നത്. ഇതിൻ്റെ കൂടെ റിലേഷൻഷിപ്പിലാണ് ഉള്ളതെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ ഒരു റീയൂണിയൻ സംഭവിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ തമ്മിൽ സോൾമേറ്റ്സ് ആണെങ്കിൽ പ്രത്യേകിച്ചും ആ സോൾമേറ്റ്സ് തമ്മിലുള്ള റീയൂണിയൻ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങൾ പാർട്ട്ണർഷിപ്പിൽ എന്തെങ്കിലും ഒരു കാര്യം ഇന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പാർട്ട്ണർഷിപ്പിൽ വളരെ നല്ലൊരു തുടക്കമായിരിക്കും നിങ്ങൾക്ക് ഇന്ന് ഉണ്ടാകാനായിട്ട് പോകുന്നത്. അത് ഈക്വൽ ആയിട്ടുള്ളൊരു ഗിവ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് ഒക്കെ കൊടുത്ത് നിങ്ങൾക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നാണ് 2 ഓഫ് കപ്പ് പറയുന്നത്. ഓക്കെ, ദെൻ പേജ് ഓഫ് റോഡ്സ് ആണ്. ഇത് നിങ്ങൾക്ക് അത്യാഹ്ലാദത്തോടു കൂടി നിങ്ങളൊരാളെക്കുറിച്ച് ആലോചിക്കുക, മിസ് ചെയ്യുക, എന്ത് റിസ്ക് എടുത്താലും ശരി അതിനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുക. അതൊക്കെയാണ് ഈ പേജ് ഓഫ് റോഡ്സ് അല്ലെങ്കിൽ പേജ് ഓഫ് വാൻസ് എന്ന് പറഞ്ഞ എനർജി പറയുന്നത്. കാരണം നിങ്ങൾ മുൻപ് നിങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യം, അതൊരു കാര്യമായിരിക്കാം, ഒരു ക്രിയേറ്റീവായിട്ടുള്ളൊരു കാര്യം നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതായിരിക്കാം, ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. അത് നിങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോയതാണ്. നിങ്ങൾക്ക് തലയിൽ എല്ലാം കൂടെ എടുത്ത് വെക്കാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾ ഉപേക്ഷിച്ച് പോയിട്ടുള്ളൊരു കാര്യം. ആ കാര്യം നിങ്ങൾ വീണ്ടും ഇന്ന് നിങ്ങൾക്ക് അതിനോട് വല്ലാത്ത അഡ്മിറേഷൻ തോന്നുക, വല്ലാത്ത അഭിനിവേശം തോന്നുക, അതിനെ മിസ് ചെയ്യുക, എന്ത് റിസ്ക് എടുത്താലും അതിനെ തിരിച്ചു വേണമെന്ന് ആഗ്രഹിക്കുക, അങ്ങനെയൊക്കെയുള്ളൊരു കാര്യമാണ്. നിങ്ങൾ ആ പാതി വഴിയിൽ നിങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞ എന്തോ ഒരു കാര്യത്തിനെ വീണ്ടും അത് വീണ്ടും തുടരാൻ ആഗ്രഹിക്കുന്നു, അതിലേക്ക് ഒരു പുതിയ തുടക്കത്തിലേക്ക് പോകുന്നു എന്നാണ്. അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞ എന്തോ ഒരു ആഗ്രഹം, അതൊരു ആഗ്രഹമായിരിക്കാം, പാഷനായിരിക്കാം, ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കാം, പ്ലസ് ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. അതിനെക്കുറിച്ച് വീണ്ടും അവിടെ ഒരു പുതിയ തുടക്കം വരുന്നു എന്നാണ്, അവിടെ ഒരു പുതിയ ഗ്രോത്ത് ഉണ്ടാവുന്നു എന്നാണ്, അതിനെക്കുറിച്ച് അഡ്മയർ ചെയ്യുന്നതായിട്ടും മിസ് ചെയ്യുന്നതായിട്ടുമാണ് കാണുന്നത്. അതാണ് പേജ് ഓഫ് റോഡ്സ് ഓർ പേജ് ഓഫ് വാൻസ് പറയുന്നത്. 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. 10 ഓഫ് പെൻറ്റക്കിൾസ് ഫിനാൻഷ്യൽ അബണ്ടൻസിൻ്റെ കാർഡാണ്, ഫാമിലിയുടെ കാർഡാണ്. അതായത് പല സോഴ്സിൽ നിന്ന് പണം വരും എന്നാണ്, ഫിനാൻഷ്യൽ അബണ്ടൻസ് ഉണ്ടാകും എന്നാണ്. പക്ഷേ ഇത് ഫാമിലി കാർഡായിട്ട് വരുമ്പോൾ ഫാമിലിയിൽ നിങ്ങൾ പണം വീടിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വീട്ടിലെ ചിലവുകൾക്ക് വേണ്ടിയിട്ട്, വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പണം സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളൊരു എനർജി കൂടിയാണ് 10 ഓഫ് പെൻറ്റക്കിൾസ്. പിന്നെ റിലേഷൻഷിപ്പിലാണെങ്കിൽ 10 ഓഫ് പെൻറ്റക്കിൾസ് നിങ്ങളുടെ ബന്ധത്തിനിടയിൽ, നിങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, എന്ത് റിലേഷനും ആയിക്കോട്ടെ, ആ റിലേഷൻഷിപ്പിലേക്ക് മറ്റുള്ള ആളുകളുടെ ഒരു കണ്ണ് നിങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഫാമിലി ലൈഫിൽ കുറച്ച് ഇഷ്യൂസ്, ചെറിയ ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളിതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കുക, ഇങ്ങനെയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അതുണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ പണം ധാരാളമായിട്ട് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ പണം വീടിന് വേണ്ടിയിട്ട് ഒരുപാട് പണം ഇൻവെസ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. റിലേഷൻഷിപ്പിലാണെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്, അവിടെ അതിൻ്റെ പേരിൽ ചെറിയ ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് 10 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ദെൻ 6 ഓഫ് വാണ്ട് വീണ്ടും ഒരു റീയൂണിയൻ്റെ കാർഡാണ്. 6 ഓഫ് വാണ്ട് പബ്ലിക് റെക്കഗ്നേഷൻ്റെ കാർഡാണ്, സക്സസ് ആൻഡ് വിക്ടറിയുടെ കാർഡാണ്. നിങ്ങൾ എന്ത് പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നോ അവിടെ നിങ്ങൾക്ക് ഒരു സെക്കൻഡ് ലെവൽ ഓഫ് അച്ചീവ്മെൻറ്റ് കിട്ടുന്നു എന്നുള്ളതാണ്. അവിടെ നിങ്ങൾക്ക് ഒരു ഏണിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ ആദരിക്കുന്നതായിരിക്കാം, നിങ്ങൾ മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടുന്നതോ മറ്റുള്ളവരാൽ ആദരിക്കപ്പെടുന്നതോ ആയിരിക്കാം. അങ്ങനെയുള്ളൊരു എനർജിയാണ് 6 ഓഫ് വാണ്ട് എന്ന് പറയുന്നത്. നിങ്ങൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പ്രവൃത്തിയിൽ നിങ്ങൾ സക്സസ്ഫുൾ ആവുന്നതായിട്ടും അവിടെ വിക്ടോറിയസ് ആവുന്നതായിട്ടും കാണുന്നുണ്ട്. പ്ലസ് ഒരു റിലേഷൻഷിപ്പിലാണ് നിങ്ങളുള്ളതെങ്കിൽ, അവിടെ ഒരു സെപ്പറേഷൻ ആണുള്ളതെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരുമിച്ചിരിക്കാനും സംസാരിക്കാനും ഒരുമിച്ച് യാത്ര ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതാണ് 6 ഓഫ് വാണ്ട്സ് പറയുന്നത്. ദെൻ ഫൂള് ഒരു പുതിയ തുടക്കം എന്നാണ്. പാസ്റ്റ് എങ്ങനെയോ ആയിക്കോട്ടെ, അത് എല്ലാം പിന്നിൽ ഉപേക്ഷിച്ചിട്ട് ഒരു പുതിയ തുടക്കം വരുന്നു എന്നുള്ളതാണ്. ഒരു പുതിയ യാത്രയായിരിക്കാം. ഇന്നൊരു യാത്രയുടെ കാർഡാണ്, യാത്രയുണ്ട്. അപ്പോൾ ഇന്നൊരു യാത്ര ഉണ്ടെന്ന് കാണുന്നുണ്ട്. മേ ബി ഈ യാത്രയിലായിരിക്കാം നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ആളെ ചിലപ്പോൾ നിങ്ങൾ അനുഗമിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ അവർ വരികയോ എന്തെങ്കിലും ആവാം. ഒരു യാത്ര ഉണ്ടെന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ ഇതൊരു തീർത്ഥാടന യാത്രയാകാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ട്രിപ്പ്, ഒരു ചെറിയ ട്രിപ്പ്, പെട്ടെന്നൊരു തട്ടിക്കൂട്ട് ട്രിപ്പൊക്കെ പോകുന്നതായിരിക്കാം. കുറച്ച് അഡ്വഞ്ചറസ് ആൻഡ് ഹില്ലി ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ ട്രിപ്പ് പോകുന്നത്. പിന്നെ നിങ്ങൾ ഒന്ന് റിഫ്രഷ്ഡ് ആവാൻ വേണ്ടിയിട്ട്, അതായത് പാസ്റ്റിലത്തെ ട്രോമാസ് എല്ലാം കളഞ്ഞിട്ടൊന്ന് മനസ്സൊന്ന് സമാധാനത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങളൊരു ചെറിയ ട്രിപ്പൊക്കെ പോകുന്നതാവാൻ സാധ്യതയുണ്ട്. ഒരു ചില്ലിങ് ഔട്ടിന് വേണ്ടിയിട്ട് പുറത്ത് പോകുന്നതാവാനും സാധ്യതയുണ്ട്. അതാണ് ഫുൾ കാർഡ് പറയുന്നത്. ഒരു പുതിയ തുടക്കം എന്നാണ് കേട്ടോ. പഴയതിനെല്ലാം ഉപേക്ഷിച്ചിട്ട് ഒരു പുതിയ തുടക്കത്തിലേക്ക് പോകുന്നതാണ് കാണുന്നത്. 9 ഓഫ് സോഡ് രാത്രിയിൽ ഉറക്കമില്ല എന്നാണ്. അതായത് മെൻ്റൽ ഫ്രസ്ട്രേഷനാണ്,
കടുത്ത മാനസിക സമ്മർദ്ദം എന്നാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് വയ്യാത്തത് കൊണ്ടായിരിക്കാം ഉറങ്ങാത്തത്, അല്ലെങ്കിൽ പേടിപ്പിക്കുന്ന എന്തെങ്കിലും സ്വപ്നം കണ്ടതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റാത്ത വിധം മനസ്സിനെ ഇങ്ങനെ പിടിച്ച് ഒലയ്ക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഓർത്ത് കരഞ്ഞുകൊണ്ടായിരിക്കാം, എന്തെങ്കിലും പെയിൻ വരുന്നത് കൊണ്ടായിരിക്കാം, ഒരു ഉറക്കമില്ലായ്മ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മൂഡ് സ്വിങ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാനസികമായിട്ടുള്ളൊരു ഹെക്റ്റിക് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതാണ് 9 ഓഫ് സോഡ് പറയുന്നത്. കുറച്ചൊരു പ്രഷർ, ടെൻഷൻ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നാണ് കേട്ടോ. ഞാനിതൊക്കെ വന്നിരുന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കുക, ഈ പെണ്ണുപിള്ളക്ക് ഇതേ പറയാനുള്ളൂ, ഈ നെഗറ്റീവ് ആണല്ലോ രാവിലെ വന്നിരുന്ന് പറയുന്നതെന്ന്. എന്താണ് പറയുന്നത്? നെക്സ്റ്റ് 3 ഓഫ് കപ്പാണ്. ഇതൊരു സെലിബ്രേഷൻ്റെ കാർഡാണ്. ഇതൊരു ഗെറ്റ് ടുഗദറിൻ്റെ കാർഡാണ്. ചിലപ്പോൾ നിങ്ങൾ ഹാപ്പി ആയിട്ട് നിങ്ങളുടെ കൂട്ടുകാരോടൊപ്പം ചില്ല് ചെയ്യുന്നുണ്ടാവും. കൂട്ടുകാരോടൊപ്പം ഒരു റീയൂണിയൻ്റെ കാർഡാണ്. കൂട്ടുകാരോടൊപ്പം നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നതിൻ്റെയും കൂട്ടുകാരോടൊപ്പം നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യുന്നതിൻ്റെയും കാർഡാണ്. ഇത് കൂടാതെ ഒരു കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പുതിയൊരു ജോലി സ്ഥലത്ത് ജോയിൻ ചെയ്യുന്നുണ്ടായിരിക്കാം, നിങ്ങൾ പുതിയ ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്തൊരു പുതിയ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളൊരു സെലിബ്രേഷനിൽ പങ്കെടുക്കുന്നുണ്ടാവാം. അത്തരത്തിലുള്ളൊരു എനർജിയാണ് 3 ഓഫ് കപ്പ് എന്ന് പറയുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്കൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് പറഞ്ഞിട്ട് വഴക്കുണ്ടാവുന്നതോ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നതോ ഒക്കെ ആകാനും സാധ്യതയുണ്ട്. ലാസ്റ്റ് കാർഡ് സ്റ്റാറാണ്. സ്റ്റാർ എന്ന് പറയുമ്പോൾ ഒരു എന്താണ്, പ്രതീക്ഷയുടെ കാർഡാണ്, പുതിയ തുടക്കത്തിൻ്റെ കാർഡാണ്, ഹീലിങ്ങിൻ്റെ കാർഡാണ്. നിങ്ങൾ ഹീൽ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അതുപോലെ ഇത് വളരെ പ്രതീക്ഷയോടുകൂടി ഇരിക്കുന്നതായിട്ടും കാമായിട്ടിരിക്കുന്നതായിട്ടും ഒക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി ടവർ കണ്ടു. ബോട്ടം ഡെക്കിനകത്ത് 5 ഓഫ് വാണ്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ വീണ്ടും വഴക്കുണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങൾക്കറിയാവുന്ന ആളുകളാണ് നിങ്ങൾക്കെതിരെ, നിങ്ങളുടെ ശത്രുവായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ആളുകളെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവുകയും അവർ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാവുകയും ചെയ്യുന്ന ഒരു എനർജിയാണ് 5 ഓഫ് വാണ്ട്. ഇവിടെ വഴക്കുണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ്. അപ്പോൾ അത്തരം വഴക്കുകൾ, പ്രത്യേകിച്ച് ഇത് വർക്ക് പ്ലേസിലായിരിക്കാൻ സാധ്യതയുണ്ട്. ഒന്നിലധികം ശത്രുക്കളെ നിങ്ങൾക്ക് ഉണ്ടാവാനും അവർ ചുറ്റും നിന്ന് നിങ്ങൾക്കെതിരെ ആക്രമിക്കുന്നതോ വഴക്കുണ്ടാവുന്നതാകാനും സാധ്യതയുണ്ട്. അതുതന്നെയാണ് ടവറിൽ നമ്മൾ കണ്ടത്, ഒരു വഴക്ക് നടക്കാൻ സാധ്യതയുണ്ടെന്നാണ് കണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു വഴക്കിൻ്റെ സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളായിട്ട് അതിന് എരുതിയിൽ എണ്ണ ഒഴിക്കാൻ പോകണ്ട. നിങ്ങൾ സമാധാനമായിട്ട് മാറി നിന്ന് പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കുക. പ്രശ്നത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് നോക്കുക. ഇല്ലാത്ത പക്ഷം നിങ്ങൾ മിണ്ടാതിരിക്കുക. നിങ്ങളുടെ ഒരു ഭാഗം പിടിച്ചിട്ട് അവിടെ ഒരു വഴക്കുണ്ടാവേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ അതാണ് ചെയ്യേണ്ടത്. സ്റ്റാർ നിങ്ങൾ പ്രതീക്ഷയോടുകൂടി ഇരിക്കാനും സമാധാനമായിട്ടിരിക്കാനുമാണ് പറയുന്നത്. ഹീൽ ചെയ്യപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ചിലപ്പോൾ ഹീലിംഗ് സെഷൻസ് എടുക്കുന്നുണ്ടായിരിക്കാം, ഹീലിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കാം നിങ്ങൾ. അപ്പോൾ നിങ്ങൾ ഹീലിങ്ങിൻ്റെ പ്രസക്തി, നിങ്ങൾ ഹീൽ ചെയ്യപ്പെട്ടു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു എനർജിയും കൂടിയാണ് സ്റ്റാർ കാർഡ് പറയുന്നത്. ഓക്കെ, അപ്പോൾ 5 ഓഫ് വാണ്ട് കൂടി ഉള്ളത് കൊണ്ടൊരു വഴക്കിൻ്റെ എനർജി കാണുന്നുണ്ട്. അങ്ങനെ ആണെങ്കിൽ മിണ്ടാതിരിക്കുക, അവർ പറയുന്നതിനെ അക്സെപ്റ്റ് ചെയ്യുക. അങ്ങനെയാണോ, എന്നാൽ ഞാനത് വേണ്ട പോലെ ചെയ്യാം എന്ന് മാത്രം പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോരുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ വഴക്കിനും വക്കാണത്തിനും ഒന്നും പോകണ്ട. സമാധാനമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. നമുക്ക് വരാനുള്ള നല്ല കാര്യങ്ങൾ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. ചീത്ത എല്ലാ കാര്യങ്ങളും ഒന്നും എനിക്കുള്ളതല്ല, ഇതെല്ലാം പൊക്കോട്ടെ, അപ്പുറത്തെ പറമ്പിന് അപ്പുറത്ത് പൊക്കോട്ടെ, ഈ പഞ്ചായത്തിന് അപ്പുറത്ത് പൊക്കോട്ടെ എന്ന് പറഞ്ഞേക്കുക. അതെല്ലാം മറ്റാർക്കും ഉള്ളതാണ്, ഇതൊന്നും എനിക്കുള്ളതല്ല എന്ന് വിചാരിക്കാം. നല്ലത് മാത്രം എൻ്റെ ലൈഫിൽ, സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രം എൻ്റെ ലൈഫിൽ സംഭവിക്കുന്നതിന് നന്ദി. അത് രാവിലെ തന്നെ പറയണം. എൻ്റെ ലൈഫിൽ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ദിവസമാണെന്ന്, ഞാൻ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ദിവസമാണെന്ന്, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ലത് മാത്രമാണ് സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ പറഞ്ഞിട്ടിരിക്കുക. അപ്പോൾ എന്ത് വന്നാലും ടെൻഷൻ അടിക്കാൻ പോകേണ്ട കാര്യമില്ല. അതിൻ്റെ എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ഭാഗം ചെയ്യാനുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ എന്ന് നോക്കുക. ആണെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. ക്ഷമ പറഞ്ഞാൽ തീരുന്നതാണെങ്കിൽ അതങ്ങ് തീർന്നു പോട്ടെ. അതല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലെ ഒരു കുഴപ്പം കൊണ്ട് സംഭവിച്ചതാണ്, പക്ഷേ നിങ്ങൾക്ക് അത് റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിനെന്താണ് സൊല്യൂഷൻ എന്ന് നോക്കുക. സൊല്യൂഷൻ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇത് റെക്ടിഫൈ ചെയ്ത് വിടാൻ ശ്രമിക്കുക. നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്നില്ല എങ്കിൽ സറണ്ടർ ചെയ്യുക, നിങ്ങൾ പ്രാർത്ഥിക്കുക, സമാധാനമായിട്ടിരിക്കാൻ ശ്രമിക്കുക. ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റ് കൂടെ ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു സോ മച്ച്.